താങ്കൾ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ നേരിട്ട് വളർന്നു വന്ന ഒരാളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സ്കൂളിൽ താങ്കൾ പഠിച്ച സ്കൂളിൽ ചെന്നപ്പോൾ വളരെ വികാരാധീനരായി. അന്നേരം ആ പഴയ കാലത്തെക്കുറിച്ച് പറഞ്ഞു, അതൊന്ന് വിശദീകരിക്കാം. ഞാൻ കമലേശ്വരം കുടിപ്പള്ളിക്കൂടത്തിലാണ് 1ാം ക്ലാസ് പോയത്. എൻ്റെ കുടുംബം വലിയ പ്രമാണിത്തമുള്ള ഈ പേട്ടയിലുമൊക്കെ ബന്ധമുള്ള വലിയ കുടുംബമാണ്. പക്ഷേ ഞാൻ വളരാൻ തുടങ്ങിയത് ദാരിദ്ര്യത്തിലാണ്. 5ാം ക്ലാസ്സിലൂടെ പഠിച്ചിട്ടാണ് ഞാൻ SME സ്കൂളിലേക്ക് പോയത്. SME സ്കൂളിൽ പോകുമ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് അതുവരെ നടക്കണം. ഒരു മണിക്കൂർ നടന്നാലേ അവിടെ എത്തും. രാവിലെ എന്തെങ്കിലും ചെറിയ ആഹാരം വീട്ടിൽ കാണും. എല്ലാവർക്കും ഞങ്ങളൊരു വലിയ 4-5 പേരുണ്ട് എൻ്റെ വീട്. അങ്ങനെ കാലത്തെ ആഹാരമില്ലാതെ ചിലപ്പോൾ ആഹാരത്തോട് പോയി അവിടെ ഉച്ചയ്ക്ക് ആഹാരമില്ല. അപ്പോൾ കൂടെയുള്ള കുട്ടികളെല്ലാം അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആഹാരം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ കഴിച്ച് ക്ലാസ്സിൽ നിന്ന് വെളിയിൽ പോകും. അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സാറ് വന്ന് ഉച്ചയ്ക്ക് ആഹാരം ഇല്ലാത്തവരുടെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ പല പിള്ളേരും ആഹാരം ഇല്ലെങ്കിൽ കഴിച്ചില്ല. അതൊരു ദുരഭിമാന പ്രശ്നമാണ്. ഞാൻ കഴിച്ച് കൈപ്പൊക്കെയാണ് പേരെഴുതിയെടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് നാളെ മുതൽ ഉച്ചയ്ക്ക് ഇവിടെ താഴെ ഒരു ഷെഡുണ്ട്, ഇവിടെ റാവു ട്രസ്റ്റ് എന്ന പറയുന്ന ട്രസ്റ്റിൻ്റെ പേരിൽ ഉച്ചയ്ക്ക് പച്ചരി ചോറും ചമ്മന്തി വെച്ചാൽ കലക്ക ചമ്മന്തിയും സംഭാരവും ഉണ്ടാവും, അവിടെ പോയി കഴിക്കാമെന്ന്. ഞാനങ്ങനെ 10ാം ക്ലാസ് വരെ അത് കഴിച്ചു. അന്നേരം ഞാൻ 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് 59-ലാണ് സ്കൂൾ പാർലമെൻ്ററി സമ്പ്രദായം കൊണ്ടുവന്നത്. ഞാൻ ഇങ്ങനെയാണ് ദരിദ്രവാസിയാണെങ്കിലും സ്കൂളിലെ ലീഡറായിട്ട് പ്രൈം മിനിസ്റ്ററായിട്ട് എന്നെ എലക്ട് ചെയ്തു. ആ സ്കൂൾ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ശങ്കരാനന്ദ തമ്പി സാറും ജോസഫ് മുണ്ടശ്ശേരിയാണ്. അന്നത്തെ ഞങ്ങൾ പിള്ളേർ ആദ്യമായിട്ട് ഇവർ രണ്ടുപേരെക്കാണ് സ്പീക്കറും മന്ത്രിയും അല്ലേ? സ്പീക്കറും വിദ്യാഭ്യാസ മന്ത്രി. വലിയ പരിപാടിയായിരുന്നു. കമുകറ നാരായണക്കുറുപ്പ് സാറായിരുന്നു അന്ന് ഞങ്ങളുടെ ഇതെല്ലാം നടപ്പിച്ചത്. ബലൻ തമ്പി സാർ എൻ്റെ ക്ലാസ് സാർ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് പല തരത്തിലും. അപ്പോൾ അത് ഒരു അനുഭവമുണ്ട്. ഈ അനുഭവമാണോ താങ്കൾ പിന്നീട്? എനിക്കത് ഞാൻ എൻ്റെ മനസ്സിൽ അന്ന് തീരുമാനിച്ച്, എന്നെപ്പോലെ എത്രയോ കുട്ടികൾ ഈ കേരളത്തിൽ കാണും. എന്നെങ്കിലും ഒരു അധികാരം കൈ കിട്ടിയാൽ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയാണ് സിവിൽ സപ്ലൈസ് മന്ത്രിയായത്. ഞാൻ സിവിൽ സപ്ലൈസ് എങ്ങനെയോ എൻ്റെ തലയിൽ വന്നതാണ്. ഞാൻ ആവശ്യപ്പെട്ടതല്ല, എങ്ങനെ എൻ്റെ തലയിൽ വന്നതാണ്. ഞാൻ ആദ്യത്തെ ക്യാബിനറ്റിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു. ഈ ഉച്ചക്കഞ്ഞി കൊടുക്കണം, അവസാനിപ്പിക്കണം. ചോറ് കൊടുക്കണം, ചോറും കറികളും കൊടുക്കണം കുട്ടികൾക്ക്. അപ്പോൾ VS ആണ് മുഖ്യമന്ത്രി. VS പറഞ്ഞ് ഇങ്ങനെ ഒരു വ്യക്തതയില്ലാതെ പറയണ്ട, അതിൻ്റെ ഫിനാൻഷ്യൽ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകാം, അടുത്ത ക്യാബിനറ്റിൽ കൊണ്ടുപോകാം. അപ്പോൾ ഐസക് എന്നോട് പറഞ്ഞു, ഐസക് അത് ധനകാര്യം വന്നത് ഞാൻ കൊണ്ടുവന്നൊരു 35 കോടി രൂപ അതിന് വേണ്ടി വരും. തുടങ്ങുമ്പോൾ അത് ബഡ്ജറ്റ് പാസ്സാക്കി കേരളത്തിൽ ആദ്യമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം ഊണ് കൊടുക്കുന്നത് എൻ്റെ സ്കൂളിൽ, ഞാൻ പട്ടിണിയുന്ന സ്കൂളിൽ ഞാൻ തന്നെ പോയി, ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കേരളത്തിൽ ആദ്യമായിട്ടത് ഉദ്ഘാടനം ചെയ്തു. ഇന്നും അത് നടക്കുന്നു. അതൊരു വലിയ രാഷ്ട്രീയ ജീവിതത്തിൽ മറ്റ് പലർക്കും ഇങ്ങനെ ഒരു അഭിമാനകരമായിട്ടുള്ള നിമിഷം ഉണ്ടായെന്ന് വരില്ല. ഇല്ല, അത് പാവപ്പെട്ട ഒരു ജീവിതമുള്ളവർക്ക് ചിലപ്പോൾ അത് ഉണ്ടാവും. ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. വലിയ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. ഇത്ര ആൾക്കാർക്ക് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് മറ്റുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇവരിതെല്ലാം പറയുന്നില്ല, ഇവർ ദൈവത്തിനെ കുറിച്ചൊക്കെ. പക്ഷെ ഹിന്ദു പുരാണത്തിൽ എന്താ, അന്നം ബ്രഹ്മമെന്നാണ്. അന്നമാണ് ദൈവം. ഗാന്ധി അത് പറഞ്ഞിട്ടുണ്ട്, വിശക്കത്തിൻ്റെ മുമ്പിൽ അന്നമാണ് അവൻ്റെ ദൈവം. അപ്പോൾ അത് എന്നെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു.